ഒക്കെ ഇട്ടിട്ട് അപ്പോൾ ഇൻട്രോ എടുക്കാറും ചെറിയൊരു ചമ്മലൊക്കെ അങ്ങോട്ട് വരുന്നില്ല ഇൻട്രോ. നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോയെന്നറിയില്ല. ഒന്നാമത് ഫാന്, രണ്ടാമത് ഇവിടെ നല്ല മഴയാണ്. ഞാൻ കാണിച്ചു തരാം. നല്ല മഴയാണ്. അപ്പം മഴൻ്റെ ശബ്ദവും പിന്നെ ഞാൻ ലൈറ്റ് കിട്ടേണ്ടിയിട്ട് ജനലിൻ്റെ അടുത്തുനിന്നാണ് സംസാരിക്കുന്നത്. അപ്പം എന്താ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ കേൾക്കുന്നുണ്ടോ നിങ്ങൾക്കറിയില്ല. ഇലിയാസ് ഖാൻ്റെ കസിൻ്റെ മോളെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഒരു ബർത്ത്ഡേ വ്ളോഗ്, വലിയ കണ്ടൻറ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, എന്നാലും എന്നെക്കൊണ്ടാവുന്നത്ര. അതും വീഡിയോ എടുക്കാൻ പറ്റുമോ അറിയില്ല. ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുമോ അറിയില്ല കേട്ടോ. കുറേ വീഡിയോ ഗാലറിയിലെടുത്ത് അങ്ങനെ തന്നെ ഉണ്ട് അപ്ലോഡ് ചെയ്യാൻ മടിച്ചിട്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പം ഞാനുള്ളത് ഇലിയാസ് ഖാൻ്റെ വീട്ടിലാണ്. അപ്പം എൻ്റെ വീടിൻ്റെ ഭാഗത്തേക്കാണ്, വാവാടാണ് എനിക്ക് പരിപാടികൾ. അപ്പം ഞാൻ ഇവിടുന്ന് ഇപ്പം ഫുഡും കഴിച്ചിട്ട് നേരെ എൻ്റെ വീട്ടിൽ പോകും. എനിക്ക് രാത്രിയാണ് ഫംഗ്ഷൻ. അവിടുന്ന് നമ്മൾ മഗ്‌രിബ് നിസ്കരിച്ചിട്ട് ഓരോ വീട്ടിലേക്ക് പോകും. അങ്ങനെയാണ് പ്ലാൻ ചെയ്തത്. മാറോ ഇല്ലയോ എന്നറിയില്ല. ഇപ്പോഴത്തെ പ്ലാൻ അതാണ്. അപ്പോൾ നമ്മളെ ഔട്ട്ഫിറ്റ് ചെക്ക് ചെയ്യാം കേട്ടോ. ഞാൻ ഇപ്പോൾ 2 ഡ്രസ്സ് എടുത്ത് വെച്ചു. അപ്പോൾ രണ്ടും എനിക്ക് ഒരു കൺഫ്യൂഷൻ ഇതൊന്നും കാണിച്ചു. ഇത് രണ്ടുമാണ് ഞാൻ എടുത്തുവെച്ചത്. ഇത് ഒരു ടോപ്പും ഒരു ജീനുമാണ് കേട്ടോ. ടോപ്പല്ല, ഒരു കുർത്ത പോലെയാണ്. പിന്നെ ഇത് വന്നിട്ട് ഒരു സ്ലീവില്ലാത്ത ഒരു ഗൗൺ ടൈപ്പ് കേട്ടോ. അപ്പം ഏതിടും എന്നുള്ള കൺഫ്യൂഷനിലാണ്. നിങ്ങൾ ഗസ് ചെയ്യും ഞാൻ ഏതേക്ക് ഇടുക എന്നുള്ളത് കേട്ടോ. അങ്ങനെയാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. വൈറ്റ് ആണോ ഇതാണോ ഞാൻ ഇടുക എന്നുള്ളത് ജസ്റ്റ് കമൻറ്റ് ചെയ്യട്ടോ. ഡ്രസ്സൊക്കെ ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ട് കേട്ടോ മാറ്റുള്ളൂ. ഇവിടുന്ന് നമ്മളിപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ ഇറങ്ങും. എന്നിട്ട് ചെറിയ ഷോപ്പിംഗ്, ബർത്ത്ഡേ ഗേളിന് വേണ്ടിയിട്ട് കുറച്ച് ഷോപ്പിംഗ് പരിപാടികളുണ്ട്. അതുപോലെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമോ എന്നുള്ള അറിയില്ല, ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഒരു പുതിയ പേജ് സ്റ്റാർട്ടാക്കി, ക്രാഫ്റ്റിൻ്റെ മീ ആൻഡ് ആർട്ട് എന്നാണ്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, സ്ക്രീനിലും കൊടുക്കാം. അപ്പോൾ ഈ എൻഗേജ്മെൻറ്റ് ഗിഫ്റ്റ് ഹാമ്പേഴ്സ്, അതേപോലെ ബർത്ത്ഡേ ഗിഫ്റ്റ്, അങ്ങനത്തെ ഓരോ പിന്നെ സേവ് ദ ഡേറ്റ്, പിന്നെ ഇൻവിറ്റേഷൻ കാർഡ്സ്, അതൊക്കെ നമ്മൾ ആ പേജ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഇനി പോകുന്ന ക്ലിപ്പ് കാണാം, അല്ലെ നമുക്ക് ഇറങ്ങുമ്പോൾ. ഓക്കെ, അപ്പോൾ എന്താ മാറ്റിക്കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇപ്പോൾ ഇറങ്ങും. നല്ല മഴ വരുന്നുണ്ട്, എന്താണെന്നറിയില്ല. പിന്നെ ഒരു റീലെടുക്കാനൊരു ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ട്. ഒരു ചിറാപ്പുഞ്ചി ഓൾറെഡി ഞാൻ ചെയ്ത്, മീൻസ് റീല് ഞാൻ ചെയ്തിട്ട്, പക്ഷെ ഞാനായിട്ട് ചെയ്തിട്ടില്ല. ഞാൻ ജസ്റ്റ് ഇങ്ങനെ മരത്തിൻ്റെ ഒക്കെ കാണിച്ച് ചെയ്തായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഒരു റീല് എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. മഴ പെയ്തിക്കെങ്കിൽ കേട്ടോ, മഴ പെയ്തിക്കെങ്കിൽ ഉറപ്പില്ല. അപ്പോൾ മഴ പെയ്തിക്കെങ്കിൽ ഒരു ചിറാപ്പുഞ്ചി വീഡിയോ എടുക്കണം. പിന്നെ നല്ല മേഘമൊക്കെ ഫുൾ കറുത്ത് കിടക്കുക കേട്ടോ, നല്ല മഴ വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എൻ്റെ വീട്ടിലെത്തിയിട്ട് കാണാം. അല്ല, എൻ്റെ വീട്ടിലല്ല, അതിൻ്റെ മുന്നേ നമുക്ക് ഷോപ്പിൽ 1-2-3 പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ട് കാണാം. ഓക്കെ, ബൈ. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നോക്കുമ്പോഴത്തേക്കും നല്ല പൊരിഞ്ഞ മഴ കേട്ടോ, നല്ല കാറ്റും ഒക്കെ കണ്ടപ്പം ബൈക്ക് മേലെ പോകാനൊരു പേടിയായിട്ട് നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്ന്, അങ്ങനെ പിന്നെ ഒരു 5 മിനിറ്റോളം ഇരുന്നേറി. പിന്നെ മഴ ചോർന്ന് നമ്മൾ യാത്ര തുടങ്ങി കേട്ടോ. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നെയും പെട്ടെന്നൊരു മഴ പെയ്തിട്ടു. അപ്പം ഞാൻ വിചാരിച്ചില്ല നമുക്കൊരു കട്ടൻ ചായ കുടിച്ചാലോ. അപ്പോൾ അവിടെ ഒരു ബാലുശ്ശേരിത്തിന് മുന്നേ ഒരു കുഞ്ഞു തട്ടിക്കടയിൽ കയറി നമ്മൾ ചായയൊക്കെ കുടിച്ച് നല്ലൊരു വൈബൊക്കെ വന്നിട്ടോ. വൈകുന്നേരത്തെ ചായ കുടിക്കാൻ വെച്ചാൽ ഒരു തട്ടുകടയിൽ ചായ കറിട്ടോ. നല്ല മഴയും നല്ല ചൂട് ചായ. എന്താ ഒക്കെ എങ്ങനെയുണ്ട് ചായ? അവിടുന്ന് ചായയൊക്കെ കുടിച്ച് പിന്നെയും വണ്ടി കയറിയിട്ടുണ്ട്. ഇനി അടുത്ത മഴ പെയ്യോ കയറി നിൽക്കണമെന്നറിയില്ല. പിന്നെ എൻ്റെ കറക്റ്റ് വരുന്ന മഴക്കാലത്ത് മഴയാണല്ലോ ഉണ്ടാവില്ലേ. അപ്പോൾ നമ്മളിപ്പോൾ ഇന്നിപ്പോൾ ഇനി ഷോപ്പിംഗ് ആണ് അടുത്തത്. ഷോപ്പിങ്ങിന് കാണാം. അങ്ങനെ ഇതാ ഗൈസ്, ഞാൻ എൻ്റെ വീട്ടിലെത്തി. ഇനിയിപ്പോൾ ഇവിടുന്ന് മഗ്‌രിബൊക്കെ നിസ്കരിച്ചിട്ടാണ് നമ്മൾ പോവുക. നല്ല മഴയെന്ന് വെച്ചാൽ നല്ല പൊരിഞ്ഞ മഴയാണ്.
ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് വലിയ രീതിയിലൊന്നും ചെയ്തിട്ടില്ല, പിന്നെ വിചാരിച്ച പോലെ നടന്നില്ല. ഫസ്റ്റ് ഓഫ് ഓൾ മഴ, രണ്ടാമത് എനിക്ക് പ്രിൻ്റ് എടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അപ്പം പ്രിൻ്റ് എടുക്കുന്നിടത്ത് എന്തോ ഡാമേജോ എന്തോ വന്നിട്ട് ഇവിടെ പ്രിൻ്റ് എടുക്കാൻ പറ്റില്ല. അങ്ങനെ ഞാൻ പ്ലാനിങ് മൊത്തം മാറ്റി. നമ്മൾ മനസ്സിൽ കരുതിയത് അതുപോലെ ആയിക്കില്ലെങ്കിൽ നമുക്കെന്തോ പോലെ ആവില്ലേ. അങ്ങനെ നമ്മൾ പ്ലാനിങ് മൊത്തം മാറ്റി. ഞാൻ കാണിച്ചുതരാം ഞാൻ ആക്കിയത്. നല്ല മഴ വെച്ചാൽ പൊരിഞ്ഞ മഴ ഞാൻ കാണിച്ചു. നിങ്ങൾ ഒച്ച കേൾക്കുന്നോന്നറിയില്ല. നല്ല മഴ വെച്ചാൽ നല്ല പൊരിഞ്ഞ മഴ. ഈ മഴ നമ്മളിവിടെ തന്നെ കേട്ടോ. ഇങ്ങനൊന്നും ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് എന്താ പറയുക, നമ്മൾ വിചാരിച്ച പോലെ പ്ലാൻ ചെയ്ത പോലെ ആയില്ല. അപ്പം ഒരു തട്ടിക്കൂട്ടി ഗിഫ്റ്റ്, അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഗിഫ്റ്റൊക്കെ കണ്ടില്ലേ. ഇനിയിപ്പം നമ്മൾ ഇവിടുന്ന് മഗ്‌രിബൊക്കെ നിസ്കരിച്ചിട്ട് നമ്മൾ ഇറങ്ങും. വാവാടാണ്, ഇവിടുന്ന് കുറച്ച് പോകാനേ ഉള്ളൂ, അല്ലെങ്കിൽ വലിയ ദൂരമൊന്നുമില്ല. അങ്ങനെ നമ്മൾ ഇനിയിപ്പം അവിടെ എത്തിയിട്ടേക്കും കേട്ടോ. പിന്നെ നമ്മൾ വീഡിയോ എടുക്കുക. വലിയ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. നമ്മൾ വീഡിയോ എടുക്കുന്ന വെച്ചാൽ നമ്മൾ മറ്റുള്ളവരെ എടുങ്ങാറാക്കരുതല്ലോ. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം ഞാൻ വീഡിയോ എടുക്കും. പിന്നെന്താ പറയുക, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി വീട്ടിൽ വെച്ചാണ്. ബൈ ഗൈസ്. ഇതാ നമ്മളങ്ങനെ ഈ ബർത്ത്ഡേ ഉള്ള വീട്ടിലെത്തിട്ടോ. ഇനി നമുക്ക് കേക്ക് കട്ടിങ്, ഫുഡ് അതൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിട്ടോ. അപ്പം എൻ്റെ ഔട്ട്ഫിറ്റ് നിങ്ങൾ കാണിച്ചേ. എൻ്റെ ഔട്ട്ഫിറ്റ് ഞാൻ നേരത്തെ കാണിച്ചു തന്ന പോലെ ഒരു ജീനും ഒരു ടോപ്പ്. ഓക്കെ. പരിപാടി കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് പോകും കേട്ടോ. അപ്പോൾ വീട്ടിലെത്തിക്കണം. ഹലോ. അപ്പോൾ നമ്മളിതാ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി. നമ്മളെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇന്നും പറയുന്നത് തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇത്രയും തന്ന സപ്പോർട്ടിന് നിങ്ങൾ മുന്നോട്ട് തരിക. മാക്സിമം കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക വീഡിയോ. അതുപോലെ തന്നെ അടുത്തത് ഏത് ടോപ്പിക്കാണോ ചെയ്യേണ്ടത് വെച്ചാൽ അത് നിങ്ങൾ പറയുക. നിങ്ങൾ ഏത് കണ്ടൻറ്റ് പറയുന്നോ അത് ഞാൻ ചെയ്തിരിക്കും. ഇതൊരു ചലഞ്ച് ഏറ്റെടുപ്പിക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും പറയുന്നത്. അപ്പോൾ ഇന്നത്തെ പരിപാടികൾ ഇത്രയൊക്കെ ഉള്ളവരും. പിന്നെ ബർത്ത്ഡേക്ക് നമ്മളവിടെ പോയി ചെറിയൊരു കേക്ക് കട്ടിങ്, ഫുഡ് അതൊക്കെ തന്നെയാണ്. നല്ല മഴയും കാറ്റുമായിട്ട് അടിപൊളിയാണ്. എല്ലാവരും സേഫായി നിൽക്കുക, പുറത്ത് പോകാണ്ടിരിക്കുക. കാറ്റടിക്കുമ്പോൾ തീരെ പുറത്തിറങ്ങാണ്ടിരിക്കുക. എന്താ പറയുക, കുട്ടികളെയൊക്കെ നല്ലോണം ശ്രദ്ധിക്കുക, വെള്ളത്തിലൊക്കെ പോകാണ്ട്. കാരണം ഈ ഒരു മഴക്കാലം എന്ന് പറയുമ്പം അങ്ങനെ ഒരു സമയമാണ്. പിന്നെ ഭയങ്കര മഴയില്ല ഇപ്പം. പിന്നെ കാറ്റും മഴയൊക്കെ മാക്സിമം എല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ ഞാനെന്നും പറയുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയാൽ ഞാനിടുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. മാക്സിമം സപ്പോർട്ട് തരാം. അപ്പം അടുത്തത് ഞാൻ ഏത് ടോപ്പിക്, അതായത് ഏത് കണ്ടൻറ്റ് ഇടണം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ കമൻറ്റ് ചെയ്താൽ നിങ്ങൾ ഏത് ടോപ്പിക്, അതായത് ഏത് കണ്ടൻറ്റ് പറഞ്ഞാലും ഞാനത് ചെയ്തിരിക്കും. ഞാനൊരു ചലഞ്ചിങ് വീഡിയോ ആയിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ആരുടെ കമൻറ്റ് ഏറ്റവും ഫസ്റ്റ് ഏത് കമൻറ്റാണ് വരുന്നത് ആ കമൻറ്റിനെ ബേസ് ചെയ്തിരിക്കും അടുത്ത എൻ്റെ വീഡിയോ. അപ്പോൾ മറക്കണ്ട, മാക്സിമം ഷെയർ, സബ്സ്ക്രൈബ്, ഷെയർ. അപ്പോൾ